ജീവിതത്തിൻ്റെ നിർത്താത്ത ഓട്ടപ്പാച്ചിലർക്കിടയിൽ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക, ഒന്ന് പോസ് ചെയ്യുക, സ്വയം റീചാർജ് ചെയ്യുക. അതുണ്ടല്ലോ, മുന്നോട്ട് പൂർവാധികം ശക്തിയോടെ, പൂർവാധികം സന്തോഷത്തോടെ, പൂർവാധികം പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനുള്ള ഊർജം നമുക്ക് ഓരോരുത്തർക്കും തരും. എൻ്റെ യാത്രകളുടെ പ്രധാന ഉദ്ദേശം അതാണ്. അതെന്നെ എപ്പോഴും ഇതുപോലെ പോസിറ്റീവായിട്ടിരിക്കാൻ കുറേ സഹായിക്കാറുണ്ട്. ഹലോ, ഡോക്ടർ സൗമ്യ സെന്നാണ്. ഞാൻ സാധാരണ എൻ്റെ ട്രാവൽ വ്ളോഗ്സ് ഇന്ത്യക്ക് പുറത്ത് രാജ്യങ്ങളിൽ പോകുമ്പോഴാണ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ എല്ലാവരും താഴെ വന്നിട്ട് കുറച്ച് പേരെങ്കിലും പറയാറുണ്ട്, നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ കേരളം കൂടുതൽ കാണണം, ഡോക്ടർ ഇങ്ങനെ വേറെ രാജ്യങ്ങളെ പറ്റി ഭയങ്കരമായിട്ട് സംസാരിക്കുക. അത് അതിൽ കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ എന്നാലും നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്ഥലങ്ങൾ കൂടി കൂടുതൽ കാണേണ്ടതല്ലേ? ഒബ്വിയസ്ലി ശരിയാണ്, വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് അവർ പറയുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇപ്പോൾ എപ്പോൾ വരികയാണെന്നുണ്ടെങ്കിലും ഞാൻ കാണാത്ത ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിലെ ഒരു സ്ഥലത്തെ പറ്റിയാണ്. ഇത് നോക്കി, ഇവിടെ ഈ സ്ഥലത്തിൻ്റെ ഭംഗിയുണ്ടോ നിങ്ങൾ? ഈ ഊഞ്ഞാല് കണ്ടോ? അങ്ങനെ ആകാശത്തുനിന്ന് വരുന്ന പോലൊരു ഊഞ്ഞാല്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കാണുന്നത് എന്താ നോക്കി? നല്ല നീല സീ. ഓക്കെ, ഇതുണ്ടോ? ഞാൻ നിൽക്കുന്നതിൻ്റെ നേരെ അപ്പുറത്ത്, ഞാൻ നിൽക്കുന്ന ഈ റിസോർട്ടിൻ്റെ നേരെ അപ്പുറത്ത് ഇതാ ഇതുപോലെയുള്ള കടലാണ്. ഇവിടുന്ന് നേരെ നമുക്ക് കടലിലേക്ക് ഇറങ്ങി പോകാൻ പറ്റും. അപ്പോൾ എവിടെ ആയിരിക്കും ഞാൻ നിൽക്കുന്നത്? അതാ കടലിലേക്കുള്ള, നമുക്ക് സ്വർഗത്തിലേക്കുള്ള വാതിൽ എന്നൊക്കെ പറഞ്ഞ പോലെ കടലിലേക്കുള്ള വഴിയാണത്. നേരെ ഇത് കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കടലിലേക്ക് പ്രൈവറ്റ് ബീച്ച് എൻട്രി ആണ്. അപ്പോൾ എവിടെയാണ്? എന്തെങ്കിലും ഐഡിയ? നമ്മുടെ കേരളത്തിൽ ഇഷ്ടം പോലെ ഇങ്ങനത്തെ സ്ഥലമുണ്ട്, എനിക്കറിയാം. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം വർക്കലയിലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വർക്കല നിങ്ങൾ കുറേ പേര് കണ്ട സ്ഥലമായിരിക്കും, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് വർക്കലയിൽ വരുന്നത്. അപ്പം ഞാൻ നിന്ന സ്ഥലം, ഞാൻ വർക്കലയിൽ കണ്ട കാഴ്ചകൾ, അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മുടെ സ്വന്തം കേരളത്തിലെ, നമ്മുടെ സ്വന്തം വർക്കലയെ പറ്റിയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. ഒന്ന് കണ്ടു നോക്കിക്കോളൂ. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് ഓടിപ്പിടിച്ച് ഞങ്ങളൊരു വൈകിട്ട് 6-6:15 ആയപ്പോഴേക്കും വർക്കലെത്തി. ഒറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ, ആ സമയത്ത് എത്തണമെന്ന് അത്രയും നിർബന്ധം തോന്നാൻ, അവിടുത്തെ സൂര്യാസ്തമയം. ഇവിടെ വന്നിട്ട് വർക്കലയിലെ സൺസെറ്റ് കണ്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു വലിയ മിസ്സാവുമായിരുന്നു. അത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഓറഞ്ചും മഞ്ഞയും കൂടി കലർന്ന ഒരു സ്വർണ്ണപ്രഭ, അതാണ് അവിടുത്തെ സൺസെറ്റിന്റെ പ്രത്യേകത. ആ സമയം ആവുമ്പോണ്ടല്ലോ ആകാശവും കടലും നമ്മളും ഒക്കെ ആ ഒരു സ്വർണ്ണപ്രഭയിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന പോലെ തോന്നും. ശരിക്കും നമ്മൾ കാണുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞങ്ങള് അതുകൊണ്ട് കൂടിയാണ് ഓടി വന്നത്. പിറ്റേ ദിവസം ഉച്ചയാകുമ്പോഴേക്കും നമുക്ക് ചെക്കൗട്ട് ചെയ്യണം. ഈ ഒരു സന്ധ്യ മാത്രം നമുക്ക് വർക്കലയിലുള്ളത്. അപ്പോൾ ഒരിക്കലും ഈ ഒരു സൂര്യാസ്തമയം മിസ്സാക്കരുത് എന്നൊരു നിർബന്ധം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ എവിടെയാണ് നിന്നത് എന്ന് പറഞ്ഞില്ലല്ലോ. ഓഷ്യാനോ വർക്കല എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് ഞങ്ങൾ നിന്നത്. അവരുടെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയത് ഇൻസ്റ്റ വഴിയാണ് കേട്ടോ. ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു റീല് കണ്ടത്. അപ്പോൾ നോക്കുമ്പോൾ ആക്ച്വലി നല്ല രസമുള്ള റിസോർട്ട്. കാരണം അവിടെ നിന്നുള്ള ഈ വ്യൂ തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നോക്കൂ, ഈ ഒരു കടലിന്റെ നമുക്ക് നേരെ അപ്പുറത്ത് കടലാ. അത് മാത്രമല്ല, ഈ റിസോർട്ടിൽ നിന്ന് അങ്ങോട്ടൊരു പ്രൈവറ്റ് എൻട്രിയും കൂടി ഉണ്ട്. അതിന്റെ വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം ഈ ഒരു വീഡിയോന്റെ അവസാനം. അപ്പൊ അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഓഷ്യാനോ വർക്കല സെലക്ട് ചെയ്തത്. അവർ ഞങ്ങൾ വന്നപ്പോൾ ആദ്യം ചെക്ക് ഇൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ചെക്കിനൊക്കെ അവിടെ നിൽക്കട്ടെ, ഞങ്ങൾ ആദ്യം പോയിട്ട് ഈ സൂര്യാസ്തമയം കാണട്ടെ, കാരണം ഇത് പോയാൽ ഞങ്ങൾക്ക് മിസ്സാവും. ചെക്കിൻ നമുക്ക് ഇനിയും ചെയ്യാലോ. അപ്പോൾ അങ്ങനെ മനസ്സ് നിറയെ കൺകുളിർക്കെ ഞങ്ങൾ ആ സൂര്യാസ്തമയം കണ്ടു. ഇത് അവിടെയുള്ള ഒരു ഊഞ്ഞാലാണ്. ഈ ഊഞ്ഞാലിന്റെ വിശേഷങ്ങൾ ഞാൻ പതിയെ പറയാം. പിന്നെ അവിടെ കണ്ട ഒരു അടിപൊളി കാഴ്ചയായിരുന്നു ഇത് കേട്ടോ. ഈ ഒരു കപ്പിള് നോർത്ത് നിന്ന് വന്നവർ, അവരുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ അവരവിടെ വന്ന് ഇതുപോലെ ഡാൻസ് ഒക്കെ കളിച്ച് കേക്കൊക്കെ മുറിച്ച് റീലൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നല്ല ക്യൂട്ട് കാഴ്ചയായിരുന്നു. ഞങ്ങൾ അവരെ ഉപദ്രവിക്കാതെ ദൂരെ നിന്ന് ഇതിങ്ങനെ കണ്ട് ആസ്വദിച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ റൂം. നല്ല അടിപൊളി റൂമായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ചിട്ട് ഒരു വൈറ്റ് തീമിലാണ് അവർ ചെയ്തിരിക്കുന്നത്, എല്ലാം വൈറ്റ് ആണ്. ഇത് കഴിഞ്ഞാൽ ആദ്യൊരു പൂമുഖം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബെഡ്റൂമാണ്. അതും കണ്ടില്ലേ, കംപ്ലീറ്റ് ഒരു വൈറ്റ് തീമാണ്. അവിടെ കുറേ ഹാൻഡ് വർക്ക് ചെയ്ത സംഭവങ്ങളൊക്കെ വെച്ച് അവർ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആകെ മൊത്തം ആ ഒരു വൈറ്റ് തീം നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ബാൽക്കണിയിലേക്കാണ്. ആ ബാൽക്കണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് സീ വ്യൂ ആണ്. നമുക്ക് നേരെ കാണുന്നത് കടല. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ഭംഗി രാത്രിയാണെന്ന് പറയണം. കാരണം രാത്രി കംപ്ലീറ്റ് സൈലൻസിൽ ആ കടലിന്റെ സൗണ്ട്, ആ തിരമാലകളുടെ സൗണ്ട് മാത്രമാണ് നമ്മൾ ഈ ബാൽക്കണിയിൽ ഇരിക്കുമ്പോൾ കേൾക്കുക. അത് ഭയങ്കര രസമായിരുന്നു. വൈകുന്നേരമുള്ളൊരു വൈബ് നല്ല രസമായിരുന്നു കേട്ടോ. കുറേ പേര് എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നു. കുറേ പേര് ഇങ്ങനെ ആടുന്നു, കുറേ പേര് ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ നല്ലൊരു വൈബോട് കൂടി നല്ല സന്തോഷമായിട്ട് ഞങ്ങളുടെ ആ ഒരു ദിവസം, ആ രാത്രി കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെയായി. ഞാൻ സരിനെ കൊണ്ട് നിർബന്ധിപ്പിച്ചിട്ട് എൻ്റെ സ്ഥിരം റീലുകളൊക്കെ എടുക്കുന്ന പരിപാടി കഴിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം പുറത്ത് പോയി സ്പെൻഡ് ചെയ്തു. അപ്പോഴേക്കും വലിയ തിരക്ക്, കുറേ ആളുകളൊക്കെ വെക്കേറ്റ് ചെയ്തു തോന്നുന്നു. അധികം തിരക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറച്ചു നേരം പുറത്തൊക്കെ പോയി വീണ്ടും ആ കടലിന്റെ സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിച്ചു. ഇപ്പോഴാണ് എനിക്ക് ഇദ്ദേഹത്തെ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടിയത്. അത്ര നേരം ഏത് സമയത്ത് ഇതിന്റെ മേലെ ആളായിരുന്നു. എല്ലാവരും റീൽ എടുക്കുന്ന തിരക്കായിരുന്നു. എന്തായാലും കൈ കിട്ടിയപ്പോൾ ഞാൻ പരമാവധി അതിനെ മുതലാക്കി.
നോക്കൂ, ഈ ഒരു സ്വിങ് ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അത്ര ഉയരത്തിലായി ഒരു സ്വിങ്. ആ കാണുന്ന 2 തെങ്ങിന്റെ ഇടയിൽ അവരിങ്ങനെ ഉയരത്തിൽ പിടിച്ച് കെട്ടിയിട്ടാണ് ഈ സ്വിങ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ നിന്ന് ആടുമ്പോണ്ടല്ലോ നമ്മൾ ഡയറക്റ്റ്ലി ഇങ്ങനെ കടലിലേക്ക് പോകുന്ന ഒരു ഫീലാ. അടിപൊളി ഫീലായിരുന്നു കേട്ടോ ആ ഒരു സ്വിങ്ങിലിരുന്ന് ആടുമ്പോൾ കിട്ടിയത്. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. കുറച്ചു നേരം ഞാൻ എൻ്റെ മനസ്സ് നിറയുന്നവരെ ആ സ്വിങ്ങിലിരുന്ന് ആടി. ഇത് കണ്ടോ അതിന്റെ ഒരു ടോട്ടൽ പരിപാടി എത്ര ഉയരത്തിലാണെന്ന്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു വർക്കല സ്വിംഗ് എന്നൊക്കെ വിളിക്കാം, ബാലി സ്വിംഗ് ഒക്കെ പോരെ. ഇപ്പൊ ഏകദേശം ചെക്കൗട്ട് സമയമായി. ഞാൻ ഡ്രസ്സൊക്കെ മാറി റെഡി ആവുകയാണ് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് താഴെ പോയില്ലല്ലോ, അവർക്കൊരു പ്രൈവറ്റ് എൻട്രി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഇതാണ് ആ ഒരു പ്രൈവറ്റ് ബീച്ചിലേക്കുള്ള ആ ഒരു എൻട്രി, അല്ലെങ്കിൽ ഒരു വാതിൽ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സ്വർഗത്തിലേക്കുള്ള വാതിൽ എന്നൊക്കെ പറഞ്ഞ പോലെ ബീച്ചിലേക്കുള്ള വാതിൽ. ആ ബീച്ചിലേക്ക് ഇറങ്ങുന്ന വഴി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇങ്ങനെ, അതായത് 2 സൈഡും ഇങ്ങനെ ഏതൊരു കാടിന്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ കുറെ പടികൾ ഇറങ്ങി ഇങ്ങനെ പോകണം. അങ്ങനെ കുറേ ഇറങ്ങി പോകുമ്പോൾ ഡയറക്റ്റ്ലി അതങ്ങ് ബീച്ചിലേക്ക് തുറക്കും. ശരിക്കും പറയുകയാണെങ്കിൽ നൈറ്റൊക്കെ നമുക്ക് വളരെ സേഫ് ആയിട്ട് ഒരു പ്രൈവറ്റ് ബീച്ചിന്റെ കംപ്ലീറ്റ് ബെനിഫിറ്റ്സും കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ഓഷ്യാനോ വർക്കല. കാരണം ഡയറക്റ്റ് ഒരു ആക്സസ് ആണല്ലോ ബീച്ചിലേക്ക്. രാത്രിയൊക്കെ വേണമെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം. പക്ഷെ നമ്മൾ പോയില്ല. പക്ഷേ ആക്ച്വലി പോവാമായിരുന്നു എന്നിത് കണ്ടപ്പോൾ പിന്നീട് തോന്നി. അവിടെ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ഒരു പ്രിവസി ഉള്ള സ്ഥലമാണ്. അപ്പൊ എന്തായാലും വർക്കലയുടെ എക്സ്പീരിയൻസ് എനിക്ക് എന്തായാലും നല്ലതായിരുന്നു. പ്രത്യേകിച്ച് എന്താ ഈ ഒരു ഊഞ്ഞാല് ഞാൻ നന്നായിട്ട് ആസ്വദിച്ച ഒരു ഊഞ്ഞാലാണ്. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും നന്നായിട്ട് നമുക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ് വർക്കല. മാക്സിമം പേരെ ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുക. എന്തായാലും ഇനിയും പോവാൻ പറ്റിയാൽ ഞാൻ ഇനിയും പോവും. അത്ര രസം.